ബന്നാർഘട്ട പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സൂ സഫാരിയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓൾറെഡി ഇവിടെ. പക്ഷെ ഞങ്ങൾ അത്ര ഇതായിരുന്നില്ല, നമ്മൾ നേരം വൈകി. ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ 5:30 വരെ ഇവിടെ ഉണ്ടാവും. ആകെ 5:30 വരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ സൂ എൻട്രിയും ഒക്കെ ഉണ്ട്. പക്ഷേ സൂ എൻട്രി സൂവിലേക്കുള്ളതൊക്കെ ക്ലോസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് സൂ എൻട്രി വരുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ ഇതാ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ക്യാഷ് പേയ്മെൻറ്റ്സും അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം 1250, 3 അഡൾട്ട്സ്, ഒരു കുട്ടി, അങ്ങനെ 4 പേർക്ക് 1250 ചാർജ് വന്നിട്ടുള്ളത്. അകത്തേക്കുള്ള എൻട്രൻസ് ഇവിടെ തന്നെയാണ് കേട്ടോ. സൂ എൻട്രൻസും ബസ് സഫാരിയുമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് രണ്ടിനും പോവുക. സഫാരിക്കും ഇതിനും ഒരുമിച്ച് തന്നെയാണ്, ഇവിടെ തന്നെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ സഫാരിക്കുള്ള എൻട്രൻസും അതുപോലെ സൂവിലേക്കാണ് ഈ എൻട്രൻസ് കേട്ടോ. ഇത് രണ്ടും നമുക്ക് 2 വഴിയാണ്, കണ്ടില്ലേ? ഓക്കെ, ഇതാണ് നമ്മൾ സഫാരിക്ക് പോകുന്നത്. ഇവിടെയാണ് വെൽക്കം ടു സഫാരി, അല്ലേ? ഇവിടെ പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. കുപ്പിയിലൊക്കെ വേണമെങ്കിൽ നിറയ്ക്കാം. വെയിറ്റിംഗ് ഏരിയ ആണ്, അതായത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് മിനിമം ആളുകളായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് സഫാരി പുറപ്പെടുള്ളൂ. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ഏരിയ ആണിത്. നമ്മളങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, അല്ലേ? കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഉള്ള യാത്ര. ബസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ, ഇത്ര ആളുകളുണ്ട്. ഇത്ര ആൾക്കാരായി കഴിഞ്ഞാലാണ് ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ഇതാണ്, ആൾ പൊളിയാണ്. സെൻറ്റർ ಬಂದ್ಬಿಡಿ, ലാസ്റ്റ് അതെ, ബാക്കിൽ കാല് സീറ്റ്. ಯಾಕಂದ್ರೆ ಮಗು ಇದೆ, ಎತ್ತೆ ಬಿಸಾಕುತ್ತೆ ಪ್ರತಿಯೊಬ್ಬರು. ಖುಷಿ ಆದ್ರೆ ಸಬಿಲಕ್ಕೆ ഓക്കെ ഫ്രണ്ട്സ്, നാഗേഷ് എന്നാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ സഫാരി സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ലാസ്റ്റ് ബസ്സാണ് കേട്ടോ, ലാസ്റ്റ് ബസ്സാണ്. ഇപ്പോൾ പുങ്കിയാനകളാണ് ഫ്രണ്ട്സ് അവിടെ കണ്ടത്. നമ്മള് കാട്ടാനെ മെരുക്കിയതാണ്. നമ്മളിടയിലൊരു കോള് വന്നിട്ട് ഇതായിട്ടോ. ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ്. അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നിട്ട് നമ്മളെ പകുതി സമയം പോയി. പക്ഷെ ഇപ്പോൾ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ബൈസണും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവിടെ എലിഫന്റ് സഫാരി ഇവിടെ ഉണ്ട്. എലിഫന്റ് സഫാരിക്ക് പോകുന്നവർക്ക് ഇവിടുന്ന് പോവാട്ടോ. ആനകളല്ല, നമുക്ക് ഇവിടുന്ന് സഫാരി വേണമെങ്കിൽ പോവാം. എലിഫന്റ് സഫാരി ഉണ്ട് ഇവിടെ, അല്ലേ? അടുത്ത ഓരോ ഇതാക്കി തിരിച്ചിട്ടുണ്ട് ഇവിടെ. ഇതാട്ടോ ആനയും കുട്ടിയൊക്കെ ഉണ്ട്, സെറ്റാണ്. കാട്ടാനകൾ തന്നെയാണ്, പക്ഷെ ഒക്കെ ഇണക്കുള്ളതാണ്. ഭയങ്കര രസമായിട്ട് ഞങ്ങളായിട്ട് കളിക്കാന്. സെറ്റാണ്, കുട്ടിയൊക്കെ ഇവിടെ വന്നിട്ട് സെറ്റപ്പാണ്. കുട്ടികള് കളിച്ചത് ജംഗിൾ സഫാരി. ನೋಡಿ ಇವಾಗ ಕಾಣುತ್ತೆ. 4 മാസമായിട്ടുള്ളത്. 4 മാസമായ കുട്ടിയാണ്ടോ, പക്ഷെ നല്ല കമ്പനിയാണ്ടോ ഇതൊക്കെ. ഇതിനോ ഈ കുട്ടികളെ ഡെലിവറി കഴിയുമ്പോഴേക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കത് അപ്പൊ തന്നെ അറിയാൻ പറ്റും. അവർ കുട്ടികളെ ഉപേക്ഷിക്കും. കുട്ടികൾ ഡെലിവറിയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവര് കുട്ടികളെ ഉപേക്ഷിക്കും. അങ്ങനെ ഫോറസ്റ്റിലുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഏറ്റെടുത്തുകൊണ്ട് ഇതാക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ ആ കുട്ടിയാനെ ചെരിയും. അല്ല ഫ്രണ്ട്സ്, ഇപ്പോൾ രാശി പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഇതാ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള പോക്കാണ് ഇവർ, അല്ലേ? അവർക്കുള്ള ഫുഡാണ് ഈ കൊണ്ടുപോകണത്. ഓക്കെ, റൈറ്റ് സൈഡ് ഗായത്രി എലിഫന്റ്, 88 years old. 88 വയസ്സുള്ള ഗായത്രി. 88 years? Yes, 88 years old.
ये ब्लाइंड है, आंख भी नहीं दिखेगा, कान भी नहीं सुनेगा। ഓ കണ്ണ് കാണാത്ത ഒരു കണ്ണ് ചെവിയും ചെവിയും കേൾക്കില്ല. കേൾക്കില്ല, കണ്ണും കാണില്ല. 8 വർഷം അല്ല 88 വർഷം 88 വയസ്സായി അതിന്. ഓക്കെ, ಇಲ್ಲಿರೋದು 5 ತಿಂಗಳು ಮರಿ ಇದು. ಲೆಫ್ಟ್ ಅಲ್ಲಿ ನೋಡಿ ಎಲ್ಲ. ಸಿ ಲೆಫ್ಟ್ ಸೈಡ್ 5 ಮಂತ್ಸ್ ಬೇಬಿ. 5 മാസമായിട്ടുള്ള കുട്ടിയാണ്ടോ അത്. അതാ കൊടുക്കാണ് ആളെ ಇದು ನೋಡಿ, ಇದು ಗಂಡು ಮರಿ, ಇದು ಹೆಣ್ಣು ಮರಿ. ഓക്കെ, ಪೈಲೆ ആൾക്കാർ കൊടുക്കുന്നു വേണ്ട ഫ്രണ്ട്സ്, ആഹാ സ്വന്തമായിട്ട് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട്. गर्ल सर 5 months baby, girl baby, ഗർഭം girl baby, ബേബി ആ lady. 5 മാസമായിട്ടുള്ള കുട്ടിയാണ് കേട്ടോ അത്. അല്ലേ, നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ, അടിപൊളി. ഇന്ന് ആ അതിനെ തീറ്റ കൊടുക്കുന്നത് തോന്നിയതാ പിന്നെ അതിൻ്റെ ഒരു ഇത് കണ്ടോ. എന്ത് വാട്ട്സ് എ ഫുഡ് ഭയ്യ, വാട്ട്സ് എ ഫുഡ്? Sweet rice, സ്വീറ്റ് റൈസ്. sweet rice. ശർക്കര ചോറ്, അതൊരു മധുരച്ചോറാണ് കേട്ടോ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. ഓരോ ഉരുളിലേക്കിട്ട് കണ്ടല്ലേ. ಇಲ್ಲಿ ಲೇಟ್ ಆಗ್ಬಿಟ್ರೆ ಲಯನ್ ಟೈಗರ್ ಮಿಸ್ ಆಗ್ಬಿಡ್ತವೆ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലേറ്റ് ഇത് കണ്ടല്ലേ, ഇതൊക്കെ ഇവര് ಬೇಗ ಬೇಗ തുറന്നു ಲಯನ್ ಟೈಗರ್ ಮಿಸ್ വിട്ടേക്കാണോ, ಆಗ್ತವೆ. തുറന്നു വിട്ടേക്കാണ്. ഇലക്ട്രിക് കമ്പികൾ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാതിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടിലും അവർ പുറത്തുമാണ് കേട്ടോ. അതാണ് ഈ സഫാരിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവർക്ക് ഈ ഫുഡ് ഇങ്ങനെ കൊടുക്കൊണ്ട് വരുള്ള സമയത്തും ഈ ഒരു ഭാഗത്ത് കൂടെ ഉണ്ടാവും. മനസ്സിലാണ്ടല്ലേ, അടിപൊളി സെറ്റപ്പായി കാട്, അതന്നെ അതിൻ്റെ ഒരു വൈബാണ്. തടാകങ്ങൾ, ഒരു സെറ്റപ്പായിട്ടുള്ള എന്താ പറയുക, നല്ല ഭംഗിയാണ് കാണാൻ മൊത്തത്തിൽ. നമുക്ക് എത്രത്തോളം ഇത് ഉണ്ടാവും അറിയില്ല. നല്ല മുതലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രിപ്പാണ് ഇവിടുത്തെ ബെസ്റ്റ് ട്രിപ്പ്. മനസ്സിലായില്ലേ, എല്ലാ അനിമൽസും ഉണ്ടാവും. നമുക്ക് ആ ഒരു ടൈമിൽ കാണാനും പിടിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ യാദൃശ്ചികമായി ഞങ്ങൾ യാദൃശ്യമായിട്ട് കേട്ടോ, ഞങ്ങളെ ഉച്ചയ്ക്ക് എത്തുന്ന പ്രതീക്ഷിച്ചതാണ്, പക്ഷെ നമുക്ക് എത്താൻ പറ്റിയില്ല. അത് കാരണം കൊണ്ട് തന്നെ നമുക്കൊരു ബെസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടി. നല്ല റോഡാണ് കേട്ടോ, ഇതിൻ്റെ അകത്തു കൂടെ, കാടിൻ്റെ അകത്തു കൂടെ ആണെങ്കിലും നല്ല സെറ്റപ്പായിട്ട് റോഡിൻ്റെ അല്ലേ റബ്ബറൈസ് ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഓരോന്നോരോ ഇതാണ്. ഇനി അങ്ങോട്ടാണ് നമ്മൾ എൻട്രൻസ് കണ്ടില്ല നിങ്ങൾ. ഇതാണ് ഇതിൻ്റെ പരിപാടി. Bear safari, കരടി, കരടി സഫാരി, ബേർ സഫാരി, ഭാലു സഫാരി. ലാസ്റ്റോ നമ്മളെ കരടികളുടെ ഇതിലേക്കാണ് പോണത്. കണ്ട് നമ്മളെ ഗേറ്റിൻ്റെ ഉള്ളിൽ കയറ്റി ഒരു കൂട് അല്ലേ ഉള്ള അടച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടി. അല്ലേ, അവരെ തൊഴിലുകാരം നടത്താൻ വേണ്ടി തുറന്നു വിട്ടത്. ഇതാണ് ശരിക്കും രസം. കാരണം എന്താ വെച്ചാൽ അവരെ നമ്മൾ കൂട്ടിലടച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് കാര്യമുണ്ട്. ആൺകുട്ടികൾ നിൽക്കണം അല്ലേ, റോഡിലിറങ്ങി കുട്ടികൾ അകത്തേക്ക് വേറെ കയറാൻ വഴികളൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ ആയി കഴിഞ്ഞാൽ പറ്റും. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എന്നിട്ട് ആ കരടികളുണ്ട്. അവിടെ കൂട്ടിൽ കരടികളുണ്ട്. കരടി താഴെ കരടിയാണ്. കരടി കരടി നിൽക്കുന്നുണ്ടോ ഇതിക്ക് ತೋರಿಸ್ತೀನಿ, ಎಲ್ರಿಗೂ ತೋರಿಸ್ತೀನಿ ಸರ್. ಬೇರ್ ಫೀಡಿಂಗ್ ಟೈಮ್, ഫീഡിങ് ടൈമാണ് ഇപ്പോൾ അവരുടെ. ಎಲ್ಲ ಬೇರ್ಸು ಉಳ್ಳ ಹೊರಗಡೆ ಹೋಗಿದ್ದಾವೆ. അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൂട്ട് കയറും. അതാണ് പുള്ളി പറഞ്ഞു തരുന്നത്. പുള്ളി നല്ല കോർപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു ആളാണ് കേട്ടോ. നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതാ ऑल बेर्स फीडिंग का वेटिंग कर रहा है. डोर है ना, डोर का पास
ഓക്കെ കാണൂല, അവിടെ ഹിഡൻ സ്പേസിലാണ് അവര്. ചെയ്ത് വെക്കാണ്. ഓക്കെ ഇതല്ലേ അവിടെ. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വേറെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, ഞാനത് കാണിച്ചു തരാം. എടാ മുന്നിൽ ഇത് കൂടെ എടുക്കടാ, ഇത് കൂടെ എടുക്കും. ഫ്രണ്ട്സ് അവര് അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലാണ്. പക്ഷെ അല്ലേ സെറ്റപ്പ് കരടിയാണ് 2 എണ്ണം. ഓക്കെ കാടിൻ്റെ കളഞ്ഞ് കേട്ടോ ഇത്ര എടുത്ത് ನೋಡಿ ഇത്ര എടുത്ത് കണ്ടില്ലേ കണ്ടില്ലേ. ഓക്കെ ഫ്രണ്ട്സ്, മാനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെന്താ തോടുണ്ടാക്കിയത്? പുഴ ഉണ്ടാക്കിയത്. പുഴ വെള്ളം കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ സൈഡിൽ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭംഗിയിൽ ഇരം ചെയ്തിട്ടുണ്ട്, ഒക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തുനിന്ന് മാനുകളൊക്കെ ആ മുന്നിലിടുന്നു. വെള്ളം ഇവിടെ ഒരു വാതിലും കൂടെ തുറന്നിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ. ഔട്ട് സൈഡാ എക്സിറ്റ് ആണ്. ഇവിടെ ഒരു പുറത്ത് കിടങ്ങുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടി. നെക്സ്റ്റ് ഇന്ത്യൻ ലയൺ സഫാരി. നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയൺ സഫാരിയാണ്. ഓക്കെ ലയൺസിൻ്റെ ഏരിയ. ഇത് ഇന്ത്യൻ ടൈഗർ സഫാരിയാണ്. നമ്മളൊരു കൂടിന്റെ ഉള്ളിൽ ആക്കിയിട്ട് ലാസ്റ്റ് ആണെന്ന് പുള്ളി എല്ലാവർക്കും പറയുന്നത്. വലിയ ഗ്രില്ല് പോലെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് लयन रोड का ऊपर मिलेगा सर. लयन रोड का ऊपर. ഓ റോഡിൽ ഉണ്ടാവും എന്നാണ് പറയണത്. റോഡിന്റെ മുകളിൽ തന്നെ ലയൺ ഉണ്ടാവും. ഇതാ കിടക്കുന്നുണ്ടാവും. मेल लयन एंड मेल लयन. ഇതല്ലേ That one ആൺസിംഹാണ്. കണ്ടല്ലേ ഇത് ഫീമെയിൽ ആണ്. ഇത് ഫീമെയില്. അത് അപ്പുറത്ത് അവിടെ അല്ലെങ്കിൽ ആണുങ്ങളെ കാണാനാണ് ഭംഗി. പിന്നെയോ ദൈവം ഉണ്ടാക്കിയ എല്ലാ സൃഷ്ടികളിലും ആണുങ്ങൾക്കാണ് ഭംഗി. പക്ഷെ കണ്ടാ മനസ്സിലാവണ്ടോ, എല്ലാവർക്കും മനസ്സിലാവില്ല. പെണ്ണുങ്ങൾ അതിനെല്ലാം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കണം, അവർക്ക് ഭംഗി ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ റോഡിൽ കിടക്കുന്നുണ്ടാവുന്നാണ് പുള്ളി പറഞ്ഞത്. പെൻസിൽ മറ്റേതാണ് ആണുങ്ങൾ ഭംഗി. left side male. ഒരു മെയിൽ കിടക്കുന്നുണ്ടല്ലേ. ഒരു ആൺസിംഹം കിടക്കുന്നതാണ് കാണുന്നത്. നമ്മൾ ഈ കൂടിൻ്റെ ഉള്ളാവുകൊണ്ട് അവർ നമ്മളൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മളായിരിക്കും ഫുഡ്. കണ്ടില്ലേ കിടക്കുന്നത്? അതിന്റെ പുറകിലതാ ഒരു പെൺസിംഹം നടന്നു വരുന്നു കേട്ടോ. ഓക്കെ അത് നമ്മളെ നോക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും വന്നു. ബാക്ക് എടുക്കുന്നുണ്ട്.
മൂപ്പരോട് വേഗം കണ്ടില്ലേ ഫ്രണ്ട്സ്, സിംഹത്തിൻ്റെ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും ഉണ്ട്. സെറ്റപ്പ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അവർക്ക് നമ്മളൊന്നും മൈൻഡില്ല കേട്ടോ, അങ്ങനെ അത് അവരുടെ ലോകത്താണ്. ಓಕೆ ಎಲ್ಲ ನೋಡಿದ್ರಾ? ബൈ ബൈ. പച്ചപ്പന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്, അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രകൃതിയിൽ അടുത്ത നമ്മൾ ಲಾಸ್ಟ್ ಬಸ್ಸು ടൈഗർ റിസർവിലായിട്ടാണ് നടക്കുന്നത്. ರಾಯಲ್ ಬೆಂಗಾಲ್ ಟೈಗರ್ ಸಫಾರಿ. ഓക്കെ, ബംഗാൾ ടൈഗർ സഫാരിയാണ് നെക്സ്റ്റ്. ഇനി എല്ലായിടത്തും എത്തുമ്പം ലാസ്റ്റ് ബസ്സാണെന്ന് എല്ലാവരും ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാടിൻ്റെ ഇത്രയും നല്ലൊരു മനോഹാരിത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഫോണ് എന്താ പറയുക, നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ യാത്രകൾ വരുമ്പോൾ വരാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളെയും കൊണ്ട് പലരെയും കൊണ്ടൊന്നും അത് നടക്കില്ല. എന്നാലും ടൈഗർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിൽക്കണോട്ടോ, നിൽക്കണോ, കണ്ടില്ലേ? ഇതാട്ടോ പണിയാവും. ಡೋಂಟ್ ಶೌಟ್, ಸೈಲೆನ್ಸ್. ಆ ಕಡೆ ಪಕ್ಕ ವೈಟ್ ಟೈಗರ್ ವಾಕ್ ಮಾಡ್ತಾ ಇದೆ. കണ്ടില്ലേ? ആള് താഴോട്ട് പോവാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ വഴിയുണ്ട് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഇത് വൈറ്റ് ടൈഗർ അതാട്ടോ പോണു. വൈറ്റ് ടൈഗർ അതാ പോണു കേട്ടോ. ಬಸ್ ಅಲ್ಲೇ ಹೋಗುತ್ತೆ. ബസ് ഇനി അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഒന്നൊന്നര സാധനമാണ്. ಆಯ್ತಾ? ഏഷ്യൻ ലയൺ സഫാരിയാണ് കേട്ടോ നെക്സ്റ്റ്. നമ്മളെ വൈറ്റ് ടൈഗറിന്റെ അടുത്ത് പോട്ടു. ಲಾಸ್ಟ್ 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 ലാസ്റ്റ് ലാസ്റ്റ് അവര് ആ സെക്യൂരിറ്റികൾ നിൽക്കുന്ന പോലെ ആ കൂടിൻ്റെ അകത്താണ്ടോ, ആ ഒരു ഗ്രില്ലിട്ട് ആ കൂടിൻ്റെ അകത്താണ് ആ ഗേറ്റ് തുറക്കാനും നിൽക്കുന്നത്. ഇതാട്ടോ നോക്കണം. ഇതല്ലേ, ഇങ്ങനെയാണ് അവർ പുറത്ത്, നമ്മൾ കൂടിൻ്റെ അകത്ത്. കണ്ടല്ലോ ഫ്രണ്ട്സ്, ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കുറച്ച് പ്രായമുള്ള ആളാ തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. വരുന്നുണ്ടോ, കണ്ടില്ലേ? സംഭവമാണ്. മൂപ്പരവിടെ കൂളായിട്ട് നോക്കണല്ലോ. സൂപ്പറാണ് കേട്ടോ. ഒരു ലുക്ക് ഇങ്ങോട്ട് വരുമോ? സെറ്റപ്പാണ് കേട്ടോ. ശരി, ഒരു ഗേറ്റ് തുറന്ന് ഇവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ. അടുത്തത് വൈറ്റ് ടൈഗർ
ബംഗാൾ സഫാരിയാണ് കേട്ടോ. നമ്മളിവിടുന്ന് തിരിക്കുകയാണ്. നമ്മൾ ആ റോഡിലാണ് പോകുന്നത്. ഇങ്ങനത്തെ വണ്ടിയിലും ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സിംഗിളായിട്ട് വണ്ടി എടുത്തിട്ട് പോകണം അങ്ങനത്തെ ആകുമ്പോൾ. നമ്മളവിടുന്ന് White tiger coming. വൈറ്റ് ടൈഗർ വൈറ്റ് ടൈഗർ ആളുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളിതാ വന്നു കേട്ടോ. ആളിതാ വരുന്നു. പുള്ളി തന്നെ നമുക്ക് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്. സെറ്റപ്പാണ് കേട്ടോ. നമ്മളെ പുള്ളി തന്നെ നമ്മുടെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഒരു വീഡിയോ കേട്ടസി പുള്ളിക്കും കൂടെ ഉള്ളതാണ്. സംഭവം കേട്ടോ ഫ്രണ്ട്സ്. അത് എന്താ പറയുക, വൈറ്റ് ടൈഗർ പുളി സെറ്റപ്പാണ്. ഇവിടെയൊക്കെ രണ്ട് അതാണ് ഞാനും ഇതാട്ടോ. അവിടെ രണ്ട് ഇതാട്ടോ ഫ്രണ്ട്സ്. പരസ്പരം അടി കൂടാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതിനെ പക്ഷെ കൂട്ടിലടച്ചിട്ടേക്കാണ് കേട്ടോ അപ്പുറത്തുള്ളതിന്. കുറച്ച് അപകടകാരിയാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, അതിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. ഒന്ന് ഇന്ത്യൻ ടൈഗറും ഒന്ന് ബംഗാളും. അതാണ് വൈറ്റ് ടൈഗർ. രണ്ടും ബംഗാൾ ടൈഗേഴ്സ് ആണ് കേട്ടോ. റാഷിക്ക് തെറ്റ് പറ്റിയതാണ് ഫ്രണ്ട്സ്. ഓക്കെ, അല്ല നമ്മൾ ആദ്യം മൂപ്പരോട് ചോദിച്ചു, എനിക്കറിയില്ല. വിനോ, രണ്ട് ടൈഗേഴ്സിനും സെപ്പറേറ്റ് ഫീഡിംഗ് റൂമാണ് ഉള്ളത്. രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ളതാണല്ലേ? രണ്ട് ഫീഡിംഗ് റൂം സെപ്പറേറ്റ് റൂമുകൾ. ഓക്കെ, സഫാരി ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഔട്ട് ചെയ്യാണ് ഇവിടുന്ന്. ഓക്കെ, ഇനി എന്തെങ്കിലും കാണാനുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. ನಿಂದು ಒಳ್ಳೆ ಸರೋಯ್ತು ಮರೆ. ಡೋರ್ ತೆಗಿಬೇಕು, ಲಾಕ್ ಮಾಡಬೇಕು. ಆಟೋಮೆಟಿಕ್ ಇದ್ರೆ ತೆಗಿಬೋದು. ನಾನೇ ತೆಗಿಬೇಕು, ನಾನೇ ಲಾಕ್ ಮಾಡಬೇಕು. ನೀನು ಓಪನಿಂಗ್ ಮಾಡಕ್ ಬರಲ್ಲ, ಏನಿಲ್ಲ ನಿನಗೆ. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി യാത്രയായിരുന്നു. എല്ലാവരും ബാംഗ്ലൂർ വരുമ്പോൾ, അതായത് ഇവർ പറഞ്ഞത് വെച്ചിട്ട് ഈവനിങ് ടൈമിൽ തന്നെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നല്ല സൂപ്പറായിട്ടുണ്ട് സംഭവം. എന്താ പറയുക, നമ്മൾ കൂട്ടിലും അവർ പുറത്തും അങ്ങനെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ നേരിട്ട് കാണുന്ന പോലെ. മറ്റത് നമ്മൾ അവരെ കൂട്ടിലടച്ച് നമ്മൾ പുറത്ത് സ്വൈര്യവിഹാരം നടത്തിയിട്ടാണ് നമ്മൾ കാണാറ്. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഈ യാത്രയിൽ അനുഭവിക്കാൻ പറ്റും. ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ അസ്തമിക്കാൻ പോണ സൂര്യൻ, എന്താ പറയുക, ഒരു അനുഭൂതി തന്നെയാണ്. മുതുമലൈ ടൈഗർ പോയിട്ടോ ഫ്രണ്ട്സ്.
ഒരു വൈറ്റ് ടൈഗറിൻ്റെ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. राइट साइड फॉरेस्ट व्यू. ഫോറസ്റ്റ് വ്യൂ ഫ്രണ്ട്സ്, ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ഫോറസ്റ്റിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അല്ല, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിട്ട് വന്നത്. ഓക്കെ, അതും പുള്ളിയുടെ ഇതാണ് കേട്ടോ, വീഡിയോ പുള്ളിയാണ് നമുക്ക് എടുത്തു തരുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് കംപ്ലീറ്റ്. ഓക്കെ, സെറ്റപ്പ് എന്താ പറയുക, സൂപ്പറായിട്ടുണ്ട് സംഭവം. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ഒരു മലയുടെ മുകളിൽ കൂടെ സൂര്യൻ അസ്തമിക്കണതിൻ്റെ ഒരു വ്യൂ അല്ലേ. ഇത് വേറൊരു വ്യൂ. അപ്പുറത്തെ സൈഡിൽ ഫുള്ള് മരങ്ങൾ തിങ്ങി ഇറങ്ങിയിട്ടുള്ള വേറൊരു വ്യൂ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവിസ്മരണീയമായിട്ടുള്ള കാഴ്ച. വാ, നോക്കൂ, ഇതല്ലേ വൈബ്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഇവിടെ വരുന്നത്. അതാണ് മെയിൻ. ഓക്കെ, ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന ആളുകളാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് അല്ലേ, ഇത് ഡേ ഷിഫ്റ്റ് കഴിഞ്ഞു. ഈ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആൾ ഇതാ വന്നുകൊണ്ടിരിക്കണം അല്ലേ. സെറ്റ് കണ്ടോ, ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. കണ്ടോ, കണ്ടല്ലോ. ഇതാട്ടോ ഇവിടെ ഒരു ഏറുമാടം പോലെ കെട്ടിയിട്ടുണ്ട്. ഇവർക്ക് വാച്ച് ടവറാണ് തോന്നുന്നത് കേട്ടോ. അവരുടെ പച്ചപ്പുണ്ടോ, ഭംഗിയെ നോക്കി. അല്ലേ, ക്ലോസ് ആണ്. ഓ, ബട്ടർഫ്ലൈ ഗാർഡൻ ക്ലോസ് ആയി. 6:30 സൂ. പിന്നെ നമുക്ക് 6:30 വരെ ഉണ്ട്. 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ സൂ കിട്ടും. പുറത്തുനിന്ന് കാണാം. सर सेम टिकट सेम एंट्री जू ಸ್ಟ್ರೈಟ್ ಡೌನ್ में जाए तो आपका जू एंट्री मिलेगा. ಡೌನ್ ಅಲ್ಲಿ ಹೋದ್ರೆ ನಿಮಗೆ ಜೂ ಎಂಟ್ರಿ ಸಿಗುತ್ತೆ. ಮತ್ತೆ ನಿಮ್ಗೆ ಎಲ್ರಿಗೂ ಖುಷಿ ಆಗಿದ್ರೆ ನಾ ತೋರಿಸ್ಕೊಂಡ್ರೆ ರೀತಿ ಇಷ್ಟ ಆಗಿದ್ರೆ ಟಿಪ್ಸ್ ಕೊಡಬಹುದು. आप सभी लोग के खुशी हुआ तो टिप्स दे दी. आ जाए लास्ट स्टॉप. എന്തെങ്കിലും മനസ്സിലായോ? ടിപ്സ് ಅಂದ್ರೆ മണി സർ. ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പോൾ പുള്ളി നമ്മളെ നന്നായിട്ട് ഹാപ്പി ആക്കിയിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് നമ്മളതിനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയ്യ താങ്ക് യു. അപ്പോൾ കാണാം. ഓക്കെ, ഓ ബൈ. ഓക്കെ.